2023 മാർച്ചിലെ കറണ്ട് അഫയേഴ്സിൻ്റെ ബാക്കിയാണ് നമ്മൾ നോക്കുന്നത്. ആരവല്ലി നിരകളെ പുനരുജ്ജീവിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച വനവൽക്കരണ പരിപാടി. ആരവല്ലി നിരകളെ പുനരുജ്ജീവിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച വനവൽക്കരണ പരിപാടി ആരവല്ലി ഗ്രീൻ വാൾ പദ്ധതി. ആദ്യത്തെ 3D പ്രിൻ്റഡ് റോക്കറ്റ് ടെറാൻ 1. ആദ്യത്തെ ഇൻ്റർനാഷണൽ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ കോൺക്ലേവിന് വേദി ന്യൂഡൽഹി. ഇസ്രായേലിൻ്റെ ആദ്യത്തെ സ്പേസ് ടെലസ്കോപ്പ് മിഷൻ അൾട്രാസാറ്റ്. ഇന്ത്യൻ പൗരന്മാർ അല്ലാത്തവർക്കും വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ അന്വേഷിക്കാമെന്ന് 2023 വിധി പ്രസ്താവിച്ച ഹൈക്കോടതി. ഇന്ത്യൻ പൗരന്മാർ അല്ലാത്തവർക്കും വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ അന്വേഷിക്കാമെന്ന് 2023 വിധി പ്രസ്താവിച്ച ഹൈക്കോടതി. ഡൽഹി ഹൈക്കോടതി. ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ കേരള സന്ദർശന വേളയിൽ ഏത് നാവിക കപ്പലിനാണ് നിഷാൻ ബഹുമതി നൽകിയത്? ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ കേരള സന്ദർശന വേളയിൽ ഏത് നാവിക കപ്പലിനാണ് നിഷാൻ ബഹുമതി നൽകിയത്? INS ദ്രോണാചാര്യ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ആദ്യത്തെ ഇമ്പാക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്, അതായത് മുൻകൂറായി പ്രഖ്യാപിക്കുന്ന 5 റിസർവ് താരങ്ങളിൽ നിന്ന് ഒരാളെ മത്സരത്തിനിടെ പകരക്കാരനായി ഇറക്കുന്നതാണ് ഇമ്പാക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഒരാളെ മുൻകൂറായി പ്രഖ്യാപിക്കുന്ന 5 റിസർവ് താരങ്ങളിൽ നിന്ന് ഒരാളെ മത്സരത്തിനിടെ പകരക്കാരനായി ഇറക്കുന്നതാണ് ഇമ്പാക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. അങ്ങനെ IPL ചരിത്രത്തിലെ ആദ്യത്തെ ഇമ്പാക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് തുഷാർ ദേശ്പാണ്ഡെ. ഇന്ത്യയിൽ ആദ്യമായി ബയോപ്ലാസ്റ്റിക് കവറിൽ വിപണിയിലെത്തുന്ന പ്രസിദ്ധീകരണം വനിത. ഇന്ത്യയിലെ ആദ്യത്തെ ബിരിയാണി വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചതെവിടെയാണ്? ചെന്നൈ. ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ സർവകലാശാല ക്യാമ്പസ് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വിദേശ സർവകലാശാല ക്യാമ്പസ് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഗുജറാത്ത്. ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയായ ഡീക്കിൻ യൂണിവേഴ്സിറ്റിയാണ് ഇവിടെ ക്യാമ്പസ് തുടങ്ങുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റോപ്പ് വേ ട്രാൻസ്പോർട്ട് ആരംഭിക്കുന്ന നഗരം വാരണാസി. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ക്രൂയിസ് ബോട്ട് ഇന്ദ്ര. ഇന്ത്യയുടെ G20 പ്രസിഡൻസിക്ക് കീഴിലുള്ള രണ്ടാമത് ഷെർപ്പ മീറ്റിംഗ് വേദി. ഇന്ത്യയുടെ G20 പ്രസിഡൻസിക്ക് കീഴിലുള്ള രണ്ടാമത് ഷെർപ്പ മീറ്റിംഗ് വേദി കുമരകം. ഇന്ത്യയുടെ കോവിഡ് വാക്സിനേഷൻ പ്രോഗ്രാമിൻ്റെ നാൾവഴികൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഡോക്യുമെൻ്ററി. ഇന്ത്യയുടെ കോവിഡ് വാക്സിനേഷൻ പ്രോഗ്രാമിൻ്റെ നാൾവഴികൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഡോക്യുമെൻ്ററി ദ വൈറൽ ഇന്ത്യാസ് വാക്സിൻസ് സ്റ്റോറി. ഇന്ത്യയുടെയും ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും കരസേനാ മേധാവികളുടെ ആദ്യ സംയുക്ത സമ്മേളനത്തിൻ്റെ വേദി. ഇന്ത്യയുടെയും ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും കരസേനാ മേധാവികളുടെ ആദ്യ സംയുക്ത സമ്മേളനത്തിൻ്റെ വേദി പൂനെ. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമായ ബോൾഡ് കുരുക്ഷേത്രയുടെ 13ാം പതിപ്പിന് വേദി. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമായ ബോൾഡ് കുരുക്ഷേത്രയുടെ 13ാം പതിപ്പിന് വേദി ജോധ്പൂർ. ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള വനിതാ സെലിബ്രിറ്റി സെലീന ഗോമസ്. ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഡയറക്ടർ ജനറലായി 2023 മാർച്ചിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ ഡയറക്ടർ ജനറലായി 2023 മാർച്ചിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് റാഫേൽ മരിയാനോ ഗ്രോസി. രാജ്യത്താദ്യമായി വനിതാ കായിക താരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സ്റ്റേഡിയം റാണി ഗേൾസ് ഹോക്കി ടർഫ്. ഇന്ത്യൻ വനിതാ ഹോക്കി താരമായ റാണി റാംപാലിനോടുള്ള ആദരസൂചകമായിട്ടാണ് പേര് നൽകിയത്. റാണി റാംപാലിൻ്റെ പേരിനോടുള്ള ആദരസൂചകമായിട്ടാണ് പേര് നൽകിയത്. റായ്ബറേലിയിലാണ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. ഉത്തർപ്രദേശിലെ റായ്ബറേലി. രാജ്യത്താദ്യമായി കോടതികളിൽ
ചാറ്റ് GPT സംവിധാനം ഉപയോഗിച്ച ഹൈക്കോടതി. രാജ്യത്താദ്യമായി കോടതികളിൽ ചാറ്റ് GPT സംവിധാനം ഉപയോഗിച്ച ഹൈക്കോടതി. പഞ്ചാബ് ആൻഡ് ചണ്ഡീഗഡ് ഹൈക്കോടതി. ഉപഭോക്തൃ സംതൃപ്തി സർവേയുടെ അടിസ്ഥാനത്തിലുള്ള സ്കൈ ടാക്സ് വേൾഡ് എയർപോർട്ട് അവാർഡ്സിൽ ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളമെന്ന പദവി ലഭിച്ചത് ഏതിനാണ്? ഉപഭോക്തൃ സംതൃപ്തി സർവേയുടെ അടിസ്ഥാനത്തിലുള്ള സ്കൈ ടാക്സ് വേൾഡ് എയർപോർട്ട് അവാർഡ്സിൽ ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന പദവി ലഭിച്ചത് ഏതിനാണ്? സിംഗപ്പൂരിലെ ചാങ്കി വിമാനത്താവളം. ATV മാസ്റ്റേഴ്സ് 1000 വിഭാഗത്തിൽ ചാമ്പ്യനായ ഏറ്റവും പ്രായം കൂടിയ താരം. ATV മാസ്റ്റേഴ്സ് 1000 വിഭാഗത്തിൽ ചാമ്പ്യനായ ഏറ്റവും പ്രായം കൂടിയ താരം റോഹൻ ബൊപ്പണ്ണ. APJ അബ്ദുൽ കലാം സർവകലാശാലയുടെ ചുമതലയുള്ള വൈസ് ചാൻസലറായി നിയമിതനായത് ആരാണ്? APJ അബ്ദുൽ കലാം സർവകലാശാലയുടെ ചുമതലയുള്ള വൈസ് ചാൻസലറായി നിയമിതനായത് ആരാണ്? സജി ഗോപിനാഥ്. H3N2 വൈറസ് കാരണമുള്ള ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം. H3N2 വൈറസ് കാരണമുള്ള ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കർണാടകം. NRI ഗവേഷകർക്കായി കേന്ദ്രം ആരംഭിച്ച ഫെലോഷിപ്പ്. NRI ഗവേഷകർക്കായി കേന്ദ്രം ആരംഭിച്ച ഫെലോഷിപ്പ് വൈഭവ് ഫെലോഷിപ്പ്. എവിടെ വെച്ച് നടന്ന വിദേശകാര്യ മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിലാണ് 2 മാസത്തിനകം നയതന്ത്ര കാര്യങ്ങൾ തുറക്കാൻ ഇറാനും സൗദി അറേബ്യയും തീരുമാനിച്ചത്? ഇവിടെ വെച്ച് നടന്ന വിദേശകാര്യ മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിലാണ് 2 മാസത്തിനകം നയതന്ത്ര കാര്യങ്ങൾ തുറക്കാൻ ഇറാനും സൗദി അറേബ്യയും തീരുമാനിച്ചത്. ബെയ്ജിംഗ്. ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര മാച്ച് കളിച്ച ഫുട്ബോളർ എന്ന റെക്കോർഡ് 2023 മാർച്ചിൽ സ്വന്തമാക്കിയതാര്? ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര മാച്ച് കളിച്ച ഫുട്ബോളർ എന്ന റെക്കോർഡ് 2023 മാർച്ചിൽ സ്വന്തമാക്കിയതാര്? ക്രിസ്ത്യാനോ റൊണാൾഡോ. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ സൈക്കിൾ റേസ് ട്രാക്ക് സ്ഥാപിച്ചത് എവിടെയാണ്? ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ സൈക്കിൾ റേസ് ട്രാക്ക് സ്ഥാപിച്ചത് എവിടെയാണ്? ശ്രീനഗർ. ഏത് സംസ്ഥാനത്താണ് കോൺറാഡ് സാഗ്മ മുഖ്യമന്ത്രിയായത്? കോൺറാഡ് സാഗ്മ ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്? മേഘാലയ. ഏത് കോൺഗ്രസ് നേതാവിൻ്റെ പാർലമെൻറ്റ് അംഗത്വമാണ് 2023 മാർച്ചിൽ അയോഗ്യത കൽപ്പിക്കപ്പെട്ടത്? ഏത് കോൺഗ്രസ് നേതാവിൻ്റെ പാർലമെൻറ്റ് അംഗത്വമാണ് 2023 മാർച്ചിൽ അയോഗ്യത കൽപ്പിക്കപ്പെട്ടത്? രാഹുൽ ഗാന്ധി. OBC സെൻസസ് എടുത്ത രണ്ടാമത്തെ സംസ്ഥാനം. OBC സെൻസസ് എടുത്ത രണ്ടാമത്തെ സംസ്ഥാനം ഒഡീഷ. വനിതാ ശിശുവികസന മന്ത്രാലയത്തിൻ്റെ 2022 വനിതാ രത്ന പുരസ്കാരത്തിന് അർഹരായവർ. വനിതാ ശിശുവികസന മന്ത്രാലയത്തിൻ്റെ 2022 വനിതാ രത്ന പുരസ്കാരത്തിന് അർഹരായവർ KC ലേഹ, നിലമ്പൂർ ആയിഷ, ലക്ഷ്മി N മേനോൻ, ഡോക്ടർ RS സിന്ധു. KC ലേഖ, നിലമ്പൂർ ആയിഷ, ലക്ഷ്മി N മേനോൻ, ഡോക്ടർ RS സിന്ധു. വൃക്ഷ ദിനത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി വൃക്ഷസമ്പദ് യോജന ആരംഭിച്ച സംസ്ഥാനം. വൃക്ഷ ദിനത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി വൃക്ഷസമ്പദ് യോജന ആരംഭിച്ച സംസ്ഥാനം ഛത്തീസ്ഗഡ്. വന്ദേ ഭാരത് എക്സ്പ്രസ് ഓടിച്ച ആദ്യ വനിത. വന്ദേ ഭാരത് എക്സ്പ്രസ് ഓടിച്ച ആദ്യ വനിത സുരേഖ യാദവ്. സ്റ്റാച്യു ഓഫ് നോളജ് നിലവിൽ വരുന്ന സംസ്ഥാനം. സ്റ്റാച്യു ഓഫ് നോളജ് നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ ലാത്തൂർ നഗരത്തിലാണ് അംബേദ്കറുടെ 70 അടി ഉയരമുള്ള പ്രതിമ സ്ഥാപിക്കുന്നത്. സ്റ്റാച്യു ഓഫ് നോളജ് എന്നാണ് അത് അറിയപ്പെടുന്നത്. കുടിവെള്ളത്തിൻ്റെ ശുദ്ധത ഉറപ്പാക്കാൻ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തുന്ന പരിശോധനാ ദൗത്യം. കുടിവെള്ളത്തിൻ്റെ ശുദ്ധത ഉറപ്പാക്കാൻ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തുന്ന പരിശോധനാ ദൗത്യം ഓപ്പറേഷൻ പ്യുവർ വാട്ടർ. കടമനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കടമനിട്ട പുരസ്കാരത്തിന് അർഹനായത്. കടമനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കടമനിട്ട പുരസ്കാരത്തിന് അർഹനായത് പ്രഭാവർമ്മ. സർക്കാർ ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച കേന്ദ്രഭരണ പ്രദേശം. സർക്കാർ ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി. CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത്. CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് പെരുമ്പടവം ശ്രീധരൻ. ഗിർ ദേശീയോദ്യാനത്തിൽ നിന്ന് 40ഓളം സിംഹങ്ങളെ എവിടേക്കാണ് മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിച്ചത്? ഗിർ ദേശീയോദ്യാനത്തിൽ നിന്ന് 40ഓളം സിംഹങ്ങളെ
എവിടേക്കാണ് മാറ്റിപ്പാർപ്പിക്കാൻ തീരുമാനിച്ചത്? ബർദ വന്യജീവി സങ്കേതം, ഗുജറാത്തിലെ ബർദ വന്യജീവി സങ്കേതത്തിലേക്ക്. ഗുലാം നബി ആസാദിൻ്റെ ആത്മകഥ. ഗുലാം നബി ആസാദിൻ്റെ ആത്മകഥ. ആസാദാൻ ഓട്ടോബയോഗ്രഫി. ആസാദാൻ ഓട്ടോബയോഗ്രഫി. ഗജ് ഉത്സവ് 2023 വേദി. ഗജ് ഉത്സവ് 2023 വേദി കാസിരംഗ നാഷണൽ പാർക്ക്. സ്ത്രീകൾക്ക് സ്വതന്ത്രവും സുരക്ഷിതവുമായ വിനോദയാത്രയൊരുക്കുവാൻ കുടുംബശ്രീ കണ്ണൂർ മിഷൻ ആരംഭിക്കുന്ന പുതിയ സംരംഭം. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും സുരക്ഷിതവുമായ വിനോദയാത്രയൊരുക്കാൻ കുടുംബശ്രീ കണ്ണൂർ മിഷൻ ആരംഭിക്കുന്ന പുതിയ സംരംഭം ദി ട്രാവലർ. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 അവാർഡ് ലഭിച്ചത്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 അവാർഡ് ലഭിച്ചത് പയ്യന്നൂർ കുഞ്ഞിരാമൻ. സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ്റെ ഭക്ഷ്യഭദ്രതാ പുരസ്കാരത്തിന് അർഹനായത്. അപ്പം ഈ പുരസ്കാരം ആദ്യമായിട്ടാണ് നൽകുന്നത്. പ്രഥമ ഭക്ഷ്യഭദ്രതാ പുരസ്കാരം സംസ്ഥാന ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൻ്റെ ഭക്ഷ്യഭദ്രതാ പുരസ്കാരത്തിന് അർഹനായത് ചെറുവയൽ കെ രാമൻ. സംസ്ഥാന കായകൽപ്പ് പുരസ്കാരങ്ങളിൽ 1-ാം സ്ഥാനം ലഭിച്ചത് കോഴിക്കോട് ജനറൽ ആശുപത്രി. അതായത് മികച്ച ഹോസ്പിറ്റലിന് ആരോഗ്യവകുപ്പിൻ്റെ പുരസ്കാരമാണ് കായകൽപ്പ് പുരസ്കാരം. അപ്പോൾ അതിൽ 2023 മാർച്ചിൽ 1-ാം സ്ഥാനം വന്ന ഹോസ്പിറ്റലാണ് കോഴിക്കോട് ജനറൽ ഹോസ്പിറ്റൽ. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആഭിമുഖ്യത്തിലുള്ള 4ാമത് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുടെ വേദി. സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആഭിമുഖ്യത്തിലുള്ള 4ാമത് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുടെ വേദി ആലപ്പുഴ. സംസ്ഥാന യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ പുരസ്കാരത്തിന് കലാ സാംസ്കാരിക മേഖലയിൽ നിന്ന് അർഹനായത്. സംസ്ഥാന യുവജന കമ്മീഷൻ്റെ യൂത്ത് ഐക്കൺ പുരസ്കാരത്തിന് കലാ സാംസ്കാരിക മേഖലയിൽ നിന്ന് അർഹനായത് ആസിഫ് അലി. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറായി 2023 മാർച്ചിൽ ചുമതലയേറ്റത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറായി 2023 മാർച്ചിൽ ചുമതലയേറ്റത് ഡോക്ടർ KM ദിലീപ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറല്ല, വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ KM ദിലീപ്. സംസ്ഥാനത്ത് ആശാപ്രവർത്തകരുടെ വിരമിക്കൽ പ്രായം. സംസ്ഥാനത്ത് ആശാപ്രവർത്തകരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സ്. സ്വിസ് ഓപ്പൺ ബാഡ്മിൻ്റൺ ഡബിൾസിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരങ്ങൾ. സ്വിസ് ഓപ്പൺ ബാഡ്മിൻ്റൺ ഡബിൾസിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരങ്ങൾ സ്വാതിക് സായ്രാജ്, ചിരാഗ് ഷെട്ടി. ചലച്ചിത്രമാക്കപ്പെട്ട ടി പത്മനാഭൻ്റെ ആദ്യ രചന. ചലച്ചിത്രമാക്കപ്പെട്ട ടി പത്മനാഭൻ്റെ ആദ്യ രചന പ്രകാശം പരത്തുന്ന പെൺകുട്ടി. G20 കീഴിലുള്ള ആദ്യ ലേബർ 20 മീറ്റിങ്ങിൻ്റെ വേദി. G20 കീഴിലുള്ള ആദ്യ ലേബർ 20 മീറ്റിംഗ് വേദി അമൃത്സർ. IQAir റിപ്പോർട്ട് പ്രകാരം വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ടിൽ ഇന്ത്യയിൽ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരം രാജസ്ഥാനിലെ ഭിവാഡി. IQAir പ്രസിദ്ധീകരിച്ച വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നഗരം രാജസ്ഥാനിലെ ഭിവാഡി. KSFEയുടെ സമ്പൂർണ്ണ വനിതാ ശാഖ പ്രവർത്തനം ആരംഭിക്കുന്നത്. KSFEയുടെ സമ്പൂർണ്ണ വനിതാ ശാഖ പ്രവർത്തനം ആരംഭിക്കുന്നത് രാമവർമ്മപുരം. കൊച്ചി ബ്രഹ്മപുരത്ത് മാലിന്യ പ്ലാന്റിലെ തീ അണയ്ക്കാൻ നടത്തിയ ഓപ്പറേഷൻ. കൊച്ചി ബ്രഹ്മപുരത്ത് മാലിന്യ പ്ലാന്റിലെ തീ അണയ്ക്കാൻ നടത്തിയ ഓപ്പറേഷൻ സേഫ് ബ്രീത്ത്. സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ പുതിയ ചെയർമാൻ. സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ പുതിയ ചെയർമാൻ ജിഷ്ണു ബറുവ. സെറികൾച്ചറിസ്റ്റുകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം. സെറികൾച്ചറിസ്റ്റുകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് വിരമിച്ചത് MR കുമാർ. ഡൊണാൾഡ് ട്രംപിന് ലഭിച്ച 150ഓളം കത്തുകൾ ഉൾപ്പെടുത്തി 2023 പുറത്തിറങ്ങുന്ന പുസ്തകം. ഡൊണാൾഡ് ട്രംപിന് ലഭിച്ച 150ഓളം കത്തുകൾ ഉൾപ്പെടുത്തി 2023 പുറത്തിറങ്ങുന്ന പുസ്തകം ലെറ്റേഴ്സ് ടു ട്രംപ്. ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 13. അഫ്ഗാനിസ്ഥാനാണ് 1ാമത്, പാകിസ്ഥാന് 6ാം സ്ഥാനം. മേരി കോമിന് ശേഷം തുടർച്ചയായി 2 തവണ ലോക ബോക്സിംഗ് ചാമ്പ്യനായ താരം. മേരി കോമിന് ശേഷം
തുടർച്ചയായി 2 തവണ ലോക ബോക്സിംഗ് ചാമ്പ്യനായ താരം നിഹാദ് സരീൻ. വനിതാ ബോക്സിംഗ് താരമാണ് നിഹാദ് സരീൻ. ലോക ക്രിസ്തീയ സഭയുടെ മതാചാര്യനായ മാർപ്പാപ്പ സ്ഥാനത്ത് 10 വർഷം പൂർത്തിയാക്കിയതാര്? ലോക ക്രിസ്തീയ സഭയുടെ മതാചാര്യനായ മാർപ്പാപ്പ സ്ഥാനത്ത് 10 വർഷം പൂർത്തിയാക്കിയതാര്? ഫ്രാൻസിസ് മാർപ്പാപ്പ. അർജൻറ്റീനയിലാണ് അർജൻറ്റീനക്കാരനായ ഫ്രാൻസിസ് മാർപ്പാപ്പ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം നിലവിൽ വന്നത്? ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം നിലവിൽ വന്നത് ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ, സിദ്ധരൂധ സ്വാമിജി റെയിൽവേ സ്റ്റേഷനിലെ 8ാം നമ്പർ പ്ലാറ്റ്ഫോമിന് 1507 മീറ്ററാണ് നീളം. ഓക്കെ, അതായത് ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം നിലവിൽ കർണാടകയിലെ ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ കർണാടകയിലെ ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ്റെ പേരാണ് സിദ്ധരൂധ സ്വാമിജി റെയിൽവേ സ്റ്റേഷൻ. അതിൻ്റെ 8ാം നമ്പർ പ്ലാറ്റ്ഫോമിനാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഉള്ളത്. വേൾഡ് ബാഡ്മിൻ്റൺ ഫെഡറേഷൻ റഫറിയാകുന്ന ആദ്യ ഇന്ത്യക്കാരി. വേൾഡ് ബാഡ്മിൻ്റൺ ഫെഡറേഷൻ റഫറിയാകുന്ന ആദ്യ ഇന്ത്യക്കാരി ജയശ്രീ നായർ. വേൾഡ് വിമൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2023 ബ്രാൻഡ് അംബാസഡർമാർ. വേൾഡ് വിമൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2023 ബ്രാൻഡ് അംബാസഡർമാർ മേരി കോം, ഫർഹാൻ അക്തർ. കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ചെയർമാനായി നിയമിതനായത്? കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ചെയർമാനായി നിയമിതനായത് വി നാഗ്ദാസ്. കേന്ദ്ര വനിതാ കമ്മീഷൻ്റെ പുരസ്കാര ജേതാക്കളായ മലയാളികൾ. കേന്ദ്ര വനിതാ കമ്മീഷൻ്റെ പുരസ്കാര ജേതാക്കളായ മലയാളികൾ: കുട്ടിയമ്മ കോന്തി, ഡോണ മാത്യു, ആനി എബ്രഹാം, ടിഫാനി ബ്രാർ. കുട്ടിയമ്മ കോന്തി, ഡോണോ മാത്യു, ആനി എബ്രഹാം, ടിഫാനി ബ്രാർ. കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാനായി നിയമിതനായത്? കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാനായി നിയമിതനായത് മാധവ് കൗശിക്. കേന്ദ്ര സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കുമുദ് ശർമ്മ ആരെയാണ് പരാജയപ്പെടുത്തിയത്? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കുമുദ് ശർമ്മ ആരെയാണ് പരാജയപ്പെടുത്തിയത്? അപ്പോൾ മലയാളിയായ സി രാധാകൃഷ്ണനെയാണ് പരാജയപ്പെടുത്തിയത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മലയാള ഭാഷ കൺവീനറായി തിരഞ്ഞെടുക്കപ്പെട്ടത്? കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ മലയാള ഭാഷ കൺവീനറായി തിരഞ്ഞെടുക്കപ്പെട്ടത് കെ പി രാമനുണ്ണി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വൈസ് ചെയർമാൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് കുമുദ് ശർമ്മ. കേരള പുരസ്കാരങ്ങൾക്ക് നൽകുന്ന പതക്കങ്ങൾ, മൊമൻറ്റോ എന്നിവ രൂപകൽപ്പന ചെയ്തത്? കേരള പുരസ്കാരങ്ങൾക്ക് നൽകുന്ന പതക്കങ്ങൾ, മൊമൻറ്റോ എന്നിവ രൂപകൽപ്പന ചെയ്തത് ഗോഡ്ഫ്രൈ ദാസ്. കേരള സർക്കാരിൻ്റെ ലൈഫ് ടൈം ടെലിവിഷൻ അച്ചീവ്മെൻറ്റ് അവാർഡിന് അർഹനായത്? കേരള സർക്കാരിൻ്റെ ലൈഫ് ടൈം ടെലിവിഷൻ അച്ചീവ്മെൻറ്റ് അവാർഡിന് അർഹനായത് ശ്യാമപ്രസാദ്. കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് 2022 അർഹരായവർ. കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പിന് 2022 അർഹരായവർ ഗോപിനാഥ് കോഴിക്കോട്, വിദ്യാധരൻ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ. കേരള കേന്ദ്ര സർവകലാശാലയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ് നേടിയത്? കേരള കേന്ദ്ര സർവകലാശാലയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ് നേടിയത് PT ഉഷ. ഗേറ്റ്വേ ഓഫ് ഇന്ത്യ മുതൽ എലിഫൻ്റ ഗുഹകൾ വരെ നീന്തുന്ന ആദ്യ വ്യക്തി? ഗേറ്റ്വേ ഓഫ് ഇന്ത്യ മുതൽ എലിഫൻ്റ ഗുഹകൾ വരെ നീന്തുന്ന ആദ്യ വ്യക്തി കൃഷ്ണപ്രകാശ്. ഹോക്കി ഇന്ത്യയുടെ ബൽബീർ സിംഗ് അവാർഡ് നേടിയത് ഹർദിക് സിംഗ്. വനിതാ താരം സവിത പുനിയ. ദേശീയ വാക്സിനേഷൻ ദിനം മാർച്ച് 16. തമിഴ്നാടിൻ്റെ 18ാമത് വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ടത് തന്തേ പെരിയാർ വന്യജീവി സങ്കേതം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മാധവമുദ്ര പുരസ്കാരത്തിന് അർഹരായവർ വി മധുസൂദനൻ നായർ, ആലങ്കോട് ലീലാകൃഷ്ണൻ. ഓക്കെ, അപ്പം 2023 മാർച്ചിലെ കറണ്ട് അഫേഴ്സാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അടുത്ത ക്ലാസ്സിൽ ഏപ്രിൽ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് കറണ്ട് അഫേഴ്സ് നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.